വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ യൂനിസ് അവിടെ ഒരു പട്ടാള അട്ടിമറി ഭയക്കുന്നു. അതിന് യൂനിസ് ആ പട്ടാള കരസേനാ മേധാവിയായിട്ടുള്ള വഖർ ഉസ്സമാന്റെ ആസ്ഥാനത്ത് പോയി അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പോരാത്തതിന് നരേന്ദ്രമോദിയെ കാണണം എന്ന് യൂനിസ് പറഞ്ഞിട്ടുണ്ട്. മോദി അതിനൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള റോഹിംഗ്യൻസ് എല്ലാം വലിയ പട്ടിണിയിലേക്ക് പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, അതായത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ അരക്കൻ ആർമി ബംഗ്ലാദേശിനെ വളയാൻ ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വാർത്തയും നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് ആദ്യമേ പറയണമല്ലോ. മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളിത് കൊടുക്കുന്നു. ഇനി ആ മാധ്യമങ്ങൾ മാത്രം കാണണം, അവരുടെ എച്ചിൽ ഭക്ഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട്. അപ്പോ ഈ അരക്കൻ ആർമിയുടെ ഈ വിഷയം അവർ വലിയ രീതിയിൽ ബംഗ്ലാദേശിനെ വളയുന്നു. ബംഗ്ലാദേശ് പട്ടാളം അരക്കൻ ആർമിയുടെ ഒരു വലിയ ആക്രമണം ഭയക്കുന്നു. നേരത്തെ തന്നെ ഈ കോക്സ് ബസാർ അടക്കമുള്ളവ അരക്കൻ ആർമി പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. സെയിന്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമിയുടെ കയ്യിലായി എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അരക്കൻ ആർമിക്ക് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള വാർത്തകൾ, കോൺസ്പിറസീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്തു വന്നത്. ഇപ്പൊ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത്, താലിബാനും ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പൊ പാകിസ്ഥാൻ രഹസ്യമല്ല, പരസ്യമായിട്ട് തന്നെ UN വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ തീവ്രവാദം വളർത്തുകയാണെന്ന് പറഞ്ഞ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്താണ് നിലവിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? അരക്കൻ ആർമിയുടെ പുതിയ ഒരു സ്ട്രാറ്റജി എന്താണ്? ബംഗ്ലാദേശിൽ ഒരു സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാൻ, ബംഗ്ലാദേശിൽ ഒരു ആക്രമണത്തിനാണോ? എന്താണ് അരക്കൻ ആർമി ലക്ഷ്യമിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഇത് ഇതിനകത്ത് വരുന്നത് ഇപ്പൊ ഈ റാഖൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, അതായത് മ്യാൻമാറും ബംഗ്ലാദേശും തമ്മിൽ ചേരുന്ന ഒരു പ്രദേശം. ആ ചേരുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമാറിന്റെ പ്രദേശം തന്നെയാണത്. ആ മ്യാൻമാറിന്റെ പ്രദേശം ഇപ്പോൾ ഈ അരക്കൻ ആർമിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മ്യാൻമാറിലെ അവരുടെ ഒഫീഷ്യൽ സേന വലിയ രീതിയിൽ അവിടെ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പൊ അരക്കൻ ആർമിയുടെ ഒരു പുതിയ നീക്കം എന്ന് പറഞ്ഞാല് ഈ സിറ്റ്വേയും കുഫിയു, മൗണ്ടാവ് എന്ന് പറയുന്ന 3 നഗരം ഈ പറയുന്ന റാഖൈൻ സംസ്ഥാനത്തെ ഈ 3 പ്രദേശങ്ങൾ കൈക്കലാക്കുക എന്നുള്ളത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രദേശം സിറ്റെ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സിറ്റെ. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കൈക്കലാക്കാം. തുറമുഖം ഇന്ത്യയാണ് അവിടെ തുറമുഖം ത്തിന്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രദേശം പാട്ടത്തിനെടുത്തിരിക്കുന്നത്. അപ്പൊ അത് നടപ്പാക്കുക എന്നുള്ളതാണ്, അത് മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ വലിയ ആക്രമണം പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആക്രമണം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇത് ബംഗ്ലാദേശിന്റെ ബോർഡറുമായിട്ട് ഏറ്റുമുട്ടലിന് സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത ഏറ്റുമുട്ടൽ ഉണ്ടാകും. ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥ വെച്ചാണെന്നുണ്ടെങ്കിൽ അത് രൂക്ഷമായ രീതിയിൽ ഒരു യുദ്ധമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് അമേരിക്കയുടെ ഹൈ ഒഫീഷ്യൽസ്, അതായത് സൈനിക മേധാവികളാണ് അവിടെ വന്നിരിക്കുന്നത്. മിലിറ്ററി അറ്റാഷെ ലഫ്റ്റനന്റ് കേണൽ മൈക്കൽ എഡ്മിച്ചി, അതുപോലെ ഡിഫൻസ് കോർഡിനേഷൻ ഓഫീസിലെ ലഫ്റ്റനന്റ് കേണൽ ഹണ്ടർ ഗലൻഗൽ തുടങ്ങിയ വലിയ ഉദ്യോഗസ്ഥർ തന്നെ ബംഗ്ലാദേശിൽ എത്തുന്നു. അവരിപ്പോൾ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു, ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെ. ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും ഒക്കെ വളരെ കാര്യക്ഷമമായി ബംഗ്ലാദേശിന്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവിടെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടെ ഈ അരക്കൻ ആർമിയുടെ വിഷയത്തെക്കാൾ ഉപരി ഈ ചൈന ആയാലും അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും ഒക്കെ അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി തന്നെയാണ് ബംഗ്ലാദേശിനെ കാണുന്നത്. കാരണം ഇത് സൈനികപരമായിട്ട് വളരെ നിർണായകമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അരക്കൻ ആർമി ഇങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പരിണിത ഫലം എന്താകും എന്ന് പറയാൻ കഴിയില്ല. അത് പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ് സൈന്യം ഏത് രീതിയിൽ അതിനെ തടയിടും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. നേരത്തെ തനിക്ക് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു പട്ടാള അട്ടിമറിക്കൊക്കെ ഒരുങ്ങി നിൽക്കുന്ന അവര് അങ്ങനെ ഒരു ആക്രമണത്തിൽ ഒരു തിരിച്ചടിക്കോ ഇല്ല പ്രതിരോധത്തിനോ തുനിയുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. അതാണ് അമേരിക്കയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. അതായത് ആഭ്യന്തര കലാപം, ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുമോ ബംഗ്ലാദേശിൽ നിന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് തലവേദനകൾ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ തന്നെ നമ്മള് അവിടെ ഈ കലാതൻ തുറമുഖം എടുത്തിട്ട് ഈ കലാതൻ നദിയിലാണ് നമ്മുടെ ഈ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കലാതൻ നദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തിയിലുള്ള നദിയാണ് മ്യാൻമാറും
ഇന്ത്യ നമ്മൾ അതിർത്തിയാണ്. അതുവഴിയാണ് മിസോറാമിലേക്ക് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ തുറക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോടിക്കണക്കിന് രൂപ അവിടെ കൊണ്ട് പ്രൊജക്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് മുമ്പോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ യുദ്ധം ഒരുപക്ഷെ അരക്കൻ ആർമി നമുക്കെതിരല്ല എങ്കിൽ പോലും അവരാ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ സർവനാശമായിരിക്കും ഉണ്ടാകുക. അവിടത്തേക്ക് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഇന്ത്യക്ക് സ്വാഭാവികമായി അതിനെ തടുക്കേണ്ടതായി വരും. ഇപ്പോൾ ഈ പറയുന്ന ഈ കലാതൻ പ്രൊജക്ട് സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ കടമയായി മാറും. ഈ കാരണം കോടിക്കണക്കിന് രൂപ നമ്മൾ അവിടെ മുടക്കിയിട്ട് ഈ സിറ്റയുടെ തുറമുഖം നമ്മൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. വലിയ പ്രൊജക്റ്റാണ് അവിടുത്തെ റോഡ് ഗതാഗതം ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തേക്കാണ് നമുക്ക് തന്നെങ്കിൽ പോലും വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ നമ്മൾ അതിനെ സംരക്ഷിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഇറാനിലെ ചബാർ തുറമുഖത്തേക്ക് നമുക്ക് ആ യുദ്ധത്തിന്റെ സമയത്തേക്ക് നമ്മൾ നമ്മുടെ യുദ്ധവിമാനങ്ങളും ഒപ്പം തന്നെ യുദ്ധക്കപ്പലുകളും മറ്റും നീക്കിയത്? കാരണം പടക്കപ്പലും അയച്ചത് ആ തുറമുഖത്തിന് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സെക്യൂരിറ്റി അങ്ങോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ആംഗിളിലേക്ക് പോകും ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഇന്ത്യ ബംഗ്ലാദേശിൽ അവിടുത്തെ ജനങ്ങൾ തമ്മിൽ ഇല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടം തമ്മിൽ പട്ടാളവുമായിട്ട് ഇപ്പോഴും വലിയ ക്ലാഷുകളൊന്നും തന്നെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം ബംഗ്ലാദേശ് പട്ടാളം തമ്മിലില്ല, പട്ടാള ഭരണാധികാരികൾ തമ്മിലും ഇല്ല. അവിടെ അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നം ഇത് കൂടുതൽ കുളവാകാനേ ഇടയാക്കുകയുള്ളൂ. അപ്പൊ അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അരക്കൻ ആർമിയെ സംബന്ധിച്ച് അവർക്കിപ്പം ബംഗ്ലാദേശ് പിടിച്ചെടുക്കണമെന്ന് ഒരു താല്പര്യവും ഈ അരക്കൻ ആർമിക്കില്ല. അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള ഈ സംസ്ഥാനം ചുറ്റുപാടുള്ള പ്രദേശം, അതായത് റോഹിംഗ്യകളെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു പ്രദേശം പൂർണ്ണമാക്കി കൊണ്ടുവരിക, ഒപ്പം തന്നെ പതുക്കെ മ്യാൻമാർ പിടിച്ചെടുക്കുക, അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധിപന്മാരായി മാറുക എന്നുള്ളതാണ് ഈ അരക്കൻ ആർമിയുടെ ലക്ഷ്യം. പക്ഷെ അത് സാധ്യമാകില്ല. കാരണം മ്യാൻമാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പലതായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്ന പ്രവിശ്യകളാണ്. ഈ അരക്കൻസിനെ പോലെ തന്നെ മറ്റ് വിഭാഗങ്ങളുമുണ്ട്. അപ്പം അവരുടെ കയ്യിലാണ്, അവരാണ് ഇപ്പോഴത്തെ ഒരു ഭരണകൂടം. അപ്പൊ ആ ഒരു ഭരണകൂടം അങ്ങനെ വ്യത്യസ്തമായി കിടക്കുന്നുണ്ട്. അതൊരു പൂർണ്ണതയിലേക്ക് എത്തില്ല. പക്ഷെ കൂടുതൽ സ്റ്റേറ്റ് പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക രാജ്യം, അരക്കൻ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പോരാട്ടത്തിൽ ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗം കൂടി ഇവർ പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവരത് പിടിച്ചെടുക്കുന്നത് ബംഗ്ലാദേശിനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ലക്ഷ്യം. ബംഗ്ലാദേശിനെ എടുക്കുക എന്നുള്ളത് തന്നെ അല്ല അവരുടെ പ്രധാന ലക്ഷ്യം. മുഴുവൻ ഈ റോഹിംഗ്യകളെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നും കൂടെ ഉണ്ട്. കാരണം റോഹിംഗ്യകൾ കയറുന്നതാണ് ഈ വലിയ പ്രശ്നത്തിന് കാരണം. അപ്പൊ അവരെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത്, അവരെ ബ്ലോക്ക് ചെയ്യുക എന്നൊരു ആവശ്യമുണ്ട്. അപ്പൊ അതൊരു ഇന്റർനാഷണൽ വാറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ നിർണായക പ്രദേശമുണ്ട്. ഇവിടെ എല്ലാവരും അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഈ യുഎൻഎസിനെ സംബന്ധിച്ച് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ ചൈനയുടെ സഹായം നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ചൈന അവിടെ കടന്നു കയറി കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും എല്ലാം തലവേദനയാണ്. കാരണം ഇത് നിർണായകമായ ഒരു സൈനിക പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ബംഗ്ലാദേശും തീരപ്രദേശങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അമേരിക്ക വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നത് ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് അമേരിക്കയുടെ ഒരു സൈനിക ഗ്രൂപ്പ് ബംഗ്ലാദേശിൽ എത്തിയിട്ട് അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുന്നത്. അത് മാത്രവുമല്ല ഇന്ത്യ അവരോടുള്ള നിലപാട് അല്പം ഒന്ന് കടുപ്പം കുറച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ യുഎൻഎസിനെ കാണാൻ നരേന്ദ്രമോദി കാണാൻ തയ്യാറായിട്ടുണ്ട്, ഒരു ചർച്ച ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നം ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ല യുഎൻഎസിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടോ ഇല്ലെങ്കിൽ അവിടുത്തെ ഈ മതമൗലികവാദികളോട് താല്പര്യം ഉണ്ടായിട്ടോ അല്ല. അവിടെ ടെൻഷൻ ഒഴിവാക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു അയൽ രാജ്യമാണ്, നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം അതിർത്തികൾ അശാന്തമാകുന്നത് ഒരു രാജ്യത്തിനും അത്ര താല്പര്യമുള്ള വിഷയമല്ല. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അശാന്തമായ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ കുടിയേറ്റം ഉൾപ്പെടെ ഇല്ല അഭയാർത്ഥി പ്രവാഹം ഉൾപ്പെടെ ഉള്ളവ ഒരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 2 അതിർത്തികൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ബലൂജ് വിഷയം കത്തിക്കാളി ഒരു പരുവത്തിലേക്ക് നിൽക്കുന്നു. അതിനിപ്പുറത്ത് ബംഗ്ലാദേശിന്റെ വിഷയം ഈ ഒരു രീതിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഏതു സമയം അരക്കൻ ആർമിയോട് വലിയ ആക്രമണം ഉണ്ടായേക്കാം. കാരണം അവരെ സംബന്ധിച്ച് അവര് ഈ റാഖൈൻ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 പ്രദേശങ്ങൾ പിടിക്കുവാനാണ് അവർ ആക്രമണം നടത്തുന്നതെങ്കിലും ഇതെല്ലാം ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ബംഗ്ലാദേശ് ആർമിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അവര് ഈ അരക്കൻ ആർമിക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉയരുന്ന ഒരു ചോദ്യം. കാരണം ഇനി ആ മറ്റേ ഭരണകൂടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട്, മ്യാൻമാർ ഭരണകൂടത്തിനെ തകർക്കാൻ വേണ്ടി അത് ചെയ്യുമോ? അതല്ല ഇപ്പോഴേ ഈ ബംഗ്ലാദേശിന്റെ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ആർമി അവിടെ ഒരു പണിയും എടുക്കാതിരിക്കുമോ? കാരണം അവിടെ അതിർത്തിയിൽ വലിയ രീതിയിൽ സംഘർഷം രൂക്ഷമാകുകയാണെങ്കിൽ പട്ടാളത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ ബംഗ്ലാദേശ് പിടിച്ചെടുക്കാൻ അവരുടെ പട്ടാളത്തിന് കഴിയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമോ? ഇതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. അത് മാത്രമല്ല സിറ്റ്വേ അടക്കമുള്ളിടത്തേക്ക് യുദ്ധം കൊടുമ്പിരി കൊണ്ടുകഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ളവർക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ അതിനു മാത്രം പണം മുടക്കിയിട്ടാണ്. കാരണം നമ്മൾ പിടിച്ചെടുത്ത പ്രദേശമൊന്നും അല്ല, മ്യാൻമാർ ഒഫീഷ്യലായിട്ട് നമുക്ക് നോക്കി നടത്താം. അപ്പൊ അതിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ളവ നമ്മുടെ ഇതിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്
ഏതായാലും ഈ രണ്ടിടവും ഇങ്ങനെ ഒരു സംഘർഷഭരിതമായി നിൽക്കുന്നു. അപ്പൊ ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. ഈ അരക്കൻ ആർമി ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത്. അത് ബംഗ്ലാദേശിന് എതിരായിട്ടല്ല എങ്കിൽ പോലും അത് ബംഗ്ലാദേശുമായ ഒരു യുദ്ധമായി അവസാനം അത് മാറും. അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. കാരണം ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാകുമ്പോൾ സ്വാഭാവികമായി തന്നെ അത് മാറും. അതിനകത്തേക്ക് ചിലപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ചൈനയ്ക്ക് ഇതിനകത്ത് ഇടപെടാനുള്ള ഒരു ത്രാണി ഉണ്ടോ? കാരണം ചൈന ഇപ്പൊ പാകിസ്ഥാനിൽ ഇടപെട്ട് തന്നെ കൈപൊള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ബംഗ്ലാദേശ് കൂടെ എടുത്ത് തലയിൽ വെക്കണം എന്നവർക്കൊരു തോന്നൽ ഉണ്ടാകുമെന്നാണോ ചേട്ടൻ പറയുന്നത്? ഇപ്പോ അല്ല, അവരെ സംബന്ധിച്ച് രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് ഈ തുറമുഖങ്ങളും അവരുടെ ഈ ഇപ്പോഴെല്ലാവരും കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നത്, എല്ലാ ലോകരാജ്യങ്ങളും ശ്രദ്ധ പതിപ്പിക്കുന്നത് അവരുടെ ഈ നാവിക ശക്തിയിലാണ്. എന്താണ് ഈ സമുദ്രത്തിലുള്ള ആധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും ലോകം ഇത്രയും ടെക്നോളജി ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ 80% അല്ല 85% ചരക്ക് ഗതാഗതം നടക്കുന്ന സമുദ്രമാർഗമാണ്. അപ്പൊ സമുദ്രത്തിൽ ആരാണോ രാജാവ് അവൻ ലോകത്തിന്റെ രാജാവാണ്. ഒരു കാലത്ത് അമേരിക്ക ആയിരുന്നെങ്കിൽ ഇന്ന് അമേരിക്ക മാറി ചൈന വലിയ രീതിയിൽ തന്നെ. അതുകൊണ്ടാണല്ലോ അവർ ഇന്ത്യ പസഫിക് മേഖലയിലൊക്കെ കിടന്നിട്ട് ഈ അമേരിക്ക കിട്ടുന്നവനെയൊക്കെ പിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് സഖ്യം ഉണ്ടാക്കി നിൽക്കുന്നതിന് കാരണം അത് തന്നെ. അപ്പൊ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ചൈന വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ ഈ നാവിക ശക്തിയിൽ വലിയ രീതിയിൽ തന്നെ കപ്പലുകളും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷം 3-4 ഈ യുദ്ധക്കപ്പലുകൾ നമ്മൾ പുറത്തിറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വളരെ വേഗത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു വശമാണ് ഇതിന്. അപ്പം ഈ മ്യാൻമാറിൽ മാത്രമല്ല ചൈനയ്ക്ക് ഒരു കണ്ണുള്ളത്, ഈ ബംഗ്ലാദേശിൽ ഒരു പോർട്ട്, 1-2 പോർട്ടുകൾ അവർക്ക് ലക്ഷ്യമുള്ളതാണ്. കാരണം അവരൊരു റൂട്ട് ഈ മ്യാൻമാർ വഴി ഇങ്ങോട്ട് വെട്ടുന്നുണ്ട്. അവരതിന്റെ പണി നിർത്തിവെച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് മ്യാൻമാറിലെ തമ്മിത്തല്ലുകൊണ്ടാണ് അവർ നിർത്തിവെച്ച് വേലി കിട്ടുന്ന ഒരു സാഹചര്യം. അതിർത്തിയിൽ അവരുടെ വേലി അവരാദ്യമായിട്ടാണ് അതിർത്തി വേലി കിട്ടുന്നത്. അവർക്ക് പിന്നെ വേറൊരു കാരണം, വൈകാരികപരമായിട്ട് ഇവര് അറ്റാക്ക് ചെയ്യാനും വലിയ താല്പര്യമില്ല. കാരണം അവരുടെ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പുറത്തും കിടക്കുന്നത്. കാരണം ഈ ബുദ്ധിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവർക്ക് ഇവരോട് ശത്രുതയുമില്ല, ഇവർക്ക് അവരോട് ശത്രുതയില്ല. അപ്പൊ അങ്ങനെ അവരെ വേദനിപ്പിക്കാതെ, അവരെ ബലൂചിസ്ഥാനിലെ സ്ഥിതി അതല്ല. ചൈനയോട് ശത്രുതയുണ്ട് അവർക്ക്. പക്ഷെ ഇവിടെ ശത്രുതയില്ല മ്യാൻമാറുള്ളവർ, അവര് തമ്മിൽ തല്ലുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളോട് കൊണ്ടെന്തിനാണ് പൈസ മുടക്കുന്നത് എന്നുള്ളത്. പിന്നെ അവരുടെ ഈ കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേലി കെട്ടിയിരിക്കുന്നത്. ചൈന അതിർത്തിയിൽ ബോർഡർ വേലി കെട്ടുകയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് അവർ മ്യാൻമാർ അതിർത്തിയിൽ വേലി കെട്ടിത്തിരിക്കുന്നത്, ഇങ്ങോട്ട് ഇനി ആരും വരരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്കും താല്പര്യമുള്ളതാണ്. അപ്പൊ അവർ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ വിവിധ മാധ്യമങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഈ മ്യാൻമാറിലെ ഒഫീഷ്യൽ സൈന്യത്തിന് ചൈന പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെയാണ് അതിന്റെ മറ്റൊരു വിഷയം. അരക്കൻ ആർമി അല്ല, ഒഫീഷ്യൽ സൈന്യത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവർ. അത് പരസ്യമായിട്ടുള്ള പിന്തുണയാണ്. രഹസ്യമായിട്ട് അരക്കൻ ആർമി അവർ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ രണ്ടു കൂട്ടരും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കയറി കലക്കി കഴിഞ്ഞുള്ള കുഴപ്പം, അതുകൊണ്ടാണ് അമേരിക്ക ഓടി അവിടെ എത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് പിന്നെ ഗ്രിപ്പ് ഇല്ലാതെ വരും, അവർക്ക് ഒരു ഇഞ്ച് ഭൂമി ഇവരോടെ കിട്ടാതെ വരും, അല്ലെങ്കിൽ അവർക്കൊരു മേൽക്കൈ ഇല്ലാതെ വരും. അപ്പോൾ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു യുഎസിനും ആഗ്രഹം ഇന്ത്യയും അമേരിക്കയും എല്ലാം കൂടെ ഇടപെട്ടിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെ ആയിരിക്കും. കാരണം ചൈനയെ പിടിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിലൊക്കെ അവർ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്തെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വലിയ നേട്ടമൊന്നും ചൈനയുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ പാകിസ്ഥാന്റെ ഒക്കെ ഒരു ഗതി ബംഗ്ലാദേശിനും വരും എന്ന് അവിടുത്തെ ഭരണകൂടം ഭയക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഗതിയോ മാലിദ്വീപിന്റെ ഗതിയോ ഒക്കെ വരും എന്നവർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഇതുവരെ മുഖം തിരിച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോ യൂനുസുമായിട്ട് ചർച്ച ചെയ്യാം, അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന സ്വീകരിക്കുകയും ചർച്ച ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു നീക്കം കൂടി ഉണ്ട്. അപ്പം ഒരുപക്ഷെ ഈ അരക്കൻ ആർമിയുടെ ഇതിനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തുമായിരിക്കാം. ഇല്ലെങ്കിൽ അത് മുൻപോട്ട് പോകില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആകെ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥ. കാരണം ഈ സിറ്റ്വേ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് യുദ്ധം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരക്കൻ ആർമി എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട്, നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ആരുടെയും കൈ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഒന്നും. അവിടെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ടെൻഷൻ നിറയ്ക്കുന്ന ഒരു അവസ്ഥ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.